ഒരു കാലത്ത് പച്ചപ്പു നിറഞ്ഞ ഒരു വനത്തിൽ തെളിഞ്ഞ വെള്ളമുള്ള ഒരു ആമക്കുളമുണ്ടായിരുന്നു. അവിടെ ഒട്ടനവധി ആമകൾ സന്തോഷത്തോടെ ജീവിച്ചിരുന്നു. അവരിൽ ഏറ്റവും പ്രായമുള്ളതും ജ്ഞാനിയുമായ ഒരു ആമയുണ്ടായിരുന്നു. എല്ലാവരും അദ്ദേഹത്തെ അപ്പൂപ്പനാമ എന്ന് വിളിച്ചു. അപ്പൂപ്പനാമയ്ക്ക് പുഴയിലെ ഓരോ കല്ലിൻ്റെയും മണൽത്തരിയുടെയും കഥ അറിയാമായിരുന്നു. പുതിയ തലമുറയിലെ ആമകൾക്ക് അദ്ദേഹം എന്നും വഴികാട്ടിയായിരുന്നു. കാലം കടന്നുപോയി. ആമക്കുളത്തിനടുത്തായി വലിയൊരു ടൗൺഷിപ്പ് ഉയർന്നു വന്നു. അവിടുത്തെ കുട്ടികൾക്ക് കളിക്കാൻ മൈതാനങ്ങളും പുഴയുമെല്ലാം ഉണ്ടായിരുന്നെങ്കിലും അവരുടെ കൈകളിൽ എപ്പോഴും മൊബൈൽ ഫോണുകളും ടാബ്ലറ്റുകളുമായിരുന്നു. അവർ അതിലെ വീഡിയോകളും കണ്ട് സമയം ചിലവഴിച്ചു. ഈ കുട്ടികൾക്ക് ചുറ്റുമുള്ള മരങ്ങളെയും പൂക്കളെയും പക്ഷികളെയും ആമകളെയും കാണാൻ സമയം കിട്ടിയില്ല. അവരുടെ കണ്ണുകൾ ആ ചെറിയ ഫോണുകളിൽ മാത്രം ഒതുങ്ങി. പുഴയിലെ മീനുകളെ കാണാനോ കുളത്തിലെ ആമകളോട് സംസാരിക്കാനോ അവർക്ക് തോന്നിയില്ല. ഒരു ദിവസം അതിലെ ഏറ്റവും കുഞ്ഞനായ ആമ ചോദിച്ചു, "അപ്പൂപ്പ, എന്തുകൊണ്ടാണ് ആ കുട്ടികൾ നമ്മളുടെ അടുത്തേക്ക് കളിക്കാൻ വരാത്തത്? അവർ എപ്പോഴും ആ തിളങ്ങുന്ന പെട്ടികളിൽ നോക്കിയിരിക്കുകയാണല്ലോ." അപ്പൂപ്പനാമ പറഞ്ഞു, "അത് ഡിജിറ്റൽ ലോകമാണ് മോളെ. ആ പെട്ടിക്കുള്ളിൽ ഒരുപാട് വിവരങ്ങളുണ്ട്, സന്തോഷങ്ങളുമുണ്ട്. പക്ഷേ അതിനൊരു മറുവശവുമുണ്ട്. അറിവ് നേടാൻ അത് നല്ലതാണ്, പക്ഷേ അനുഭവങ്ങൾ നേടാൻ പ്രകൃതിയിലേക്ക് തന്നെ വരണം." അപ്പൂപ്പനാമ ഒരു കഥ പറഞ്ഞു തുടങ്ങി. പണ്ട് പണ്ട് അറിവ് നേടാൻ മാത്രം ആഗ്രഹിച്ച ഒരു രാജകുമാരൻ ഉണ്ടായിരുന്നു. അവൻ പുസ്തകങ്ങൾ മാത്രം പഠിച്ചുകൊണ്ടിരുന്നു. അവൻ ഒരുപാട് അറിവുകൾ സമ്പാദിച്ചു. പക്ഷേ ഒരിക്കൽ പോലും അവൻ സ്വന്തമായി ഒരു യാത്ര പോയില്ല. ഒരു കാട്ടിലൂടെ നടന്നു പോയില്ല. ഒരു പുഴയിൽ നീന്തിയില്ല. ഒരു ദിവസം രാജകുമാരന് മനസ്സിലായി, തനിക്ക് അറിവുണ്ടെങ്കിലും സന്തോഷമില്ലെന്ന്. പുഴയുടെ തണുപ്പറിയാതെ, കിളികളുടെ പാട്ട് കേൾക്കാതെ, മരങ്ങളുടെ തണലറിയാതെ അവൻ നേടിയ അറിവുകളൊന്നും ഒരർത്ഥമില്ലെന്ന് അവന് തോന്നി. അവൻ പുസ്തകങ്ങൾ മാറ്റിവെച്ച് പുറത്തിറങ്ങി. അവൻ കാട്ടിലൂടെ നടന്നു, പുഴയിൽ നീന്തി, പക്ഷികളോടൊപ്പം പാടി. അപ്പോഴാണ് അവന് യഥാർത്ഥ സന്തോഷം എന്താണെന്ന് മനസ്സിലായത്. അറിവ് എന്നത് പുസ്തകങ്ങളിൽ നിന്ന് മാത്രമല്ല, അനുഭവങ്ങളിൽ നിന്ന് കൂടിയാണ് നേടേണ്ടതെന്ന് അവൻ അറിഞ്ഞു. അപ്പൂപ്പനാമ അതുപോലെയാണ് ഡിജിറ്റൽ ലോകവും മോളെ. അതിൽ നിന്ന് നമുക്ക് ഒരുപാട് വിവരങ്ങൾ ലഭിക്കും. പക്ഷേ സൂര്യൻ്റെ ചൂടറിയാനും പുഴയുടെ തടുപ്പറിയാനും പൂക്കളുടെ ഗന്ധമറിയാനും കൂട്ടുകാരോടൊപ്പം ഓടിക്കളിക്കാനും ആ സ്ക്രീനുകൾക്ക് കഴിയില്ല. യഥാർത്ഥ അറിവ് നമ്മുടെ ചുറ്റുമുണ്ട്. അത് കണ്ടും കേട്ടും അനുഭവിച്ചും വേണം നമ്മൾ പഠിക്കാൻ. അതിനുശേഷം അപ്പൂപ്പനാമ ഒരു മാവിൻ ചുവട്ടിൽ ചെന്ന് ഒരു മാങ്ങ എടുത്തു. അത് കഴിച്ചുകൊണ്ട് നിന്നപ്പോൾ അവിടെയുണ്ടായിരുന്ന കുട്ടികൾ ഫോൺ മാറ്റിവെച്ച് അവർ അപ്പൂപ്പനാമയുടെ അടുത്തേക്ക് ചെന്നു. അപ്പൂപ്പനാമ മാങ്ങ കഴിക്കുന്നത് കണ്ട് കുട്ടികൾക്ക് കൊതിയായി. അവർ അതിൽ നിന്നും മാങ്ങകൾ എടുത്ത് കഴിക്കാൻ തുടങ്ങി. അവർക്ക് എന്തെന്നില്ലാത്ത സന്തോഷം, എന്ത് നല്ല രുചി! അവർ കുളത്തിലെ വെള്ളത്തിലിറങ്ങി കളിക്കാൻ തുടങ്ങി. യഥാർത്ഥ സന്തോഷം എന്താണെന്ന് അപ്പോൾ അവർക്ക് മനസ്സിലായി. ഈ കഥയിൽ നിന്നും നൽകുന്ന സന്ദേശം എന്തെന്ന് വെച്ചാൽ, ഡിജിറ്റൽ അറിവ്, അനുഭവജ്ഞാനം, പുസ്തകങ്ങളിൽ നിന്നും ഇൻ്റർനെറ്റിൽ നിന്നും ലഭിക്കുന്ന അറിവ് പ്രധാനപ്പെട്ടതാണ്. പക്ഷേ അത് അനുഭവജ്ഞാനത്തിന് പകരമാകില്ല. പ്രകൃതിയിൽ നിന്നും ചുറ്റുമുള്ള ലോകത്തിൽ നിന്നും നേരിട്ട് പഠിക്കുമ്പോഴാണ് യഥാർത്ഥവും പൂർണ്ണമായ അറിവ് ലഭിക്കുന്നത്. പ്രകൃതിയുടെ പ്രാധാന്യം, പ്രകൃതിയുമായി അടുത്തിടപഴകുന്നത് മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ചിന്തകളെയും കാഴ്ചപ്പാടുകളെയും കൂടുതൽ വികസിപ്പിക്കും. അതിനാൽ വീഡിയോകളിൽ മാത്രം ഒതുങ്ങാതെ പുറത്തെ കാഴ്ചകൾ കൂടി നിങ്ങൾ കാണുക.